കോഴിക്കോട് മാനാഞ്ചിറ മിഠായി തെരുവിന് സമീപത്തെ വെള്ളക്കെട്ട് കാരണം പൊറുതിമുട്ടി ജനങ്ങൾ. നഗരത്തിലെ പ്രധാന ബസ് സ്റ്റോപ്പിന് മുൻപിലെ വെള്ളക്കെട്ടിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥയാണ്. ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ഇത്ര ഗൗരവമായ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ കോർപ്പറേഷനായില്ല എന്നാണ് പ്രധാന ആക്ഷേപം. പെയ്താൽ പിന്നെ മാനാഞ്ചിറ മിഠായി തെരുവിന് സമീപത്തെ ബസ് സ്റ്റോപ്പിന് മുമ്പിൽ വെള്ളക്കെട്ടാണ്. ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതിനാൽ വെള്ളം അങ്ങനെ തങ്ങിക്കിടക്കും. വേനൽ മഴ പെയ്തപ്പോൾ അവസ്ഥ ഇതാണെങ്കിൽ മഴക്കാലത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. കറുപ്പ് നിറത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നുമുണ്ടാകുന്ന ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ 3 ആഴ്ച 4 ആഴ്ച ഈ വെള്ളം ഇങ്ങനെ തന്നെ കെട്ടിക്കിടക്കാണ്. നടക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പറയുന്നത് അവരോട് ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ദുർഗന്ധം ഇപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ സ്മെല്ലടിക്കുന്ന കാണാം. ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിലെ നടന്ന് തന്നെ പോകുന്നത്. പലപ്പോഴായിട്ട് ഞാൻ തന്നെ ഈ വെള്ളത്തിൽ കൂടെയാണ് നടന്ന് പോകാനുണ്ടായ ഒരു അവസ്ഥ വന്നത്. ഇത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരണമെന്നാണ് പറയാനുള്ളത്. കൊതുക് ശല്യവും ഇവിടെ രൂക്ഷമാണ്. ഈ വെള്ളം കെട്ടിക്കിടക്കാൻ നോക്കിയിട്ട് വർഷക്കണക്കിനായി ഇവിടെ കൊതുകും പെരുകിയിട്ട് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിൻ്റെ അകത്തു കൂടെയാണ് ഈ ആൾക്കാർ പോകുന്ന, ആണുങ്ങളും പെണ്ണുങ്ങളും പോയി ഇന്ത്യ തിക്കി തിരക്കി പോകാൻ നോക്കുക. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബസ്സെല്ലാം ഈ വഴിയാണ് കടന്നു പോകുന്നത്. കെട്ടിനിൽക്കുന്ന വെള്ളം കാരണം ആളുകൾക്ക് ബസ് കയറാൻ കഴിയുന്നില്ല. വെള്ളം ചവിട്ടിയോ ചാടിക്കടന്നോ വേണം ബസ് കയറാൻ. കുട്ടികളുമായി എത്തുന്നവരും പ്രായമായവരുമെല്ലാം ഇതുകാരണം ബുദ്ധിമുട്ടുകയാണ്. ഞാൻ ഇവിടുന്ന് ചാടി കടന്നു എത്തും പോയിട്ട്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ, നമ്മളെ ടൗണല്ലത്. ടൗണിൻ്റെ ഉള്ളിൽ കോർപ്പറേഷൻ വെറും പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ നന്നാക്കേണ്ട ഒരു പ്രശ്നം വരികയാണില്ല. മിഠായി തെരുവിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ ഉൾപ്പെടെ നടക്കാൻ സ്ഥലമില്ലാത്തത് കാരണം ബസ് സ്റ്റോപ്പിനകത്തുകൂടെയാണ് നടന്നു പോകുന്നത്. ഇത്ര ഗൗരവമായ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ കോർപ്പറേഷൻ ആയിട്ടില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. കാണുന്നില്ല ഇവരാരും. എത്ര കാലം ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. കോഴിക്കോടിൻ്റെ പവിത്രത ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടപ്പെട്ടവർ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അത് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് മണത്തിട്ട് ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന കോഴിക്കോട് സിറ്റിനുള്ളിലുള്ളൊരു വെള്ളക്കെട്ട്, ഇത് ഒന്ന് മണ്ണിട്ട് നികത്താനോ അല്ലെങ്കിൽ ടാറിട്ടിട്ട് ഇതിനെ ഒഴിവാക്കാനോ ഉള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ PWD ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഒരു വിഷമം പിടിച്ച സംഗതിയാണ്. വഴിമുടക്കിയായി ബസ് സ്റ്റോപ്പിന് മുമ്പിൽ സ്ഥാപിച്ച കോർപ്പറേഷന്റെ വേസ്റ്റ് ബിൻ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് എടുത്തുമാറ്റിയത്. ആ വേസ്റ്റ് ബോക്സ് സ്ഥാപിച്ചത് ആൾക്കാർ പോകുന്ന ഒരു എൻട്രിയാണിത്. ബസ് സ്റ്റോപ്പിലേക്കും ഈ പള്ളിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ പോകുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിലെ പോകുന്നത്, പ്രത്യേകിച്ച് ഈ സീസൺ ടൈമിൽ. അത് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിട്ട് അത് സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ കഴിയില്ല, അവിടുന്ന് ഇങ്ങോട്ടേക്കും വരാൻ കഴിയില്ല ആൾക്കാർക്ക്. നഗരം ശുചീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തങ്ങളെന്നാണ് കോർപ്പറേഷൻ എപ്പോഴും പറയാറുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ അവസ്ഥ കോർപ്പറേഷൻ കാണാത്തത് എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ക്യാമറാമാൻ മനോജ് പേരാമ്പർക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.